ഒരു മീറ്റിയോർ വന്ന് ഇടിച്ചു ഹീറോസ് ലാൻഡിലേക്ക്. അപ്പോൾ നമ്മളുടെ രക്ഷകനായ ബാറ്റ്മാൻ മാത്രമേ സർവൈവ്ഡ് ആയിട്ട് ഉണ്ടായുള്ളൂ എന്നാണ് കരുതിയിരുന്നത്. ബാറ്റ്മാൻ മാത്രമാണ് കംപ്ലീറ്റ് ഹെൽത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാറ്റ്മാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് സ്പൈഡർമാനെ അവൻ ഹെൽപ്പ് ചെയ്തു. സ്പൈഡർമാൻ്റെ നിലയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സ്പൈഡർമാൻ അവൻ ആ പാറക്കല്ലിൻ്റെ ഇവിടെ വച്ചു. സ്പൈഡർമാൻ നീ ഓക്കെ ആണോ? അല്ല ബാറ്റ്മാൻ, എൻ്റെ കയ്യിന് രണ്ടിലും നല്ല മുറിവ് പറ്റി. എനിക്ക് അതുകൊണ്ട് വെബ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് കുഴപ്പമില്ല, ഞാൻ നിങ്ങളൊക്കെ രക്ഷിച്ചിട്ട് ഹീറോസ് ലാൻഡിലത്തെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് ബാറ്റ്മാൻ അടുത്തുള്ള രക്ഷിച്ചു. അടുത്ത ആളായിരുന്നു ഫ്ലാഷ്. ഫ്ലാഷിൻ്റെ നില ഗുരുതരമായിരുന്നു. ഫ്ലാഷിന് അനങ്ങാൻ ബാറ്റ്മാൻ എന്നെ രക്ഷിക്കൂ പ്ലീസ് ബാറ്റ്മാൻ. എൻ്റെ കാലിന് നല്ല മുറിവുണ്ട്. നീ പേടിക്കണ്ട കേട്ടോ സുഹൃത്തെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ എനിക്ക് മറ്റുള്ളവരെ രക്ഷിക്കണം, അതേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ബാറ്റ്മാൻ ബാറ്റ്റാഷ്. എന്നിട്ട് തോറിനെ കൊണ്ടുവന്നു. വച്ചപ്പോൾ തോറിൻ്റെ അവസ്ഥ കുഴപ്പമില്ലാണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ബാറ്റ്മാൻ നാളെ രാവിലെ വരെ കാത്തിരിക്കാനായിട്ട് കരുതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം എണീക്കണത് ആ നേരം. ബാറ്റ്മാൻ അവരെല്ലാം മരുന്ന് വച്ച് കിട്ടി. അപ്പോൾ അവർ ഓക്കെ, യെസ് ബാറ്റ്മാൻ, നമുക്കിനിയും ആൾക്കാരെ രക്ഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ പാറക്കാല് പൊക്കി. അപ്പോൾ കണ്ട അവസ്ഥ അവർ നെറ്റിച്ചു. ഹോ, ഇതെന്താണ് നാം കാണുന്നത്? അയ്യോ, തോറിനെന്ത് പറ്റി? തോർ കുഴപ്പമില്ല, ഞാൻ ബോധം കെട്ടുപോയതാ. അതെനിക്ക് പണ്ടേ തൊട്ടുള്ളതാ. പിന്നെ ഗൈസ്, വീഡിയോ കാണുന്ന മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അല്ലെങ്കിൽ എന്നെ തണ്ടർ പവർ കൊണ്ട് ചവിട്ടും ഞാൻ. അയ്യോ, നമ്മളുടെ താരോസും അയൺമാനും ചത്തു. ഞാനാണ് ആൻഡ്മാൻ അവിടെ എത്തി. ആൻഡ്മാൻ കുഴപ്പമില്ലേ? ക്യാപ്റ്റൻ അമേരിക്കയുടെ നില ഗുരുതരമായിരുന്നു. ക്യാപ്റ്റന് കാലനക്കാൻ പോലും പറ്റുന്നില്ല. ക്യാപ്റ്റൻ വിചാരിച്ചിരുന്നത് അതെല്ലാം കഴിഞ്ഞു. ബട്ട് ക്യാപ്റ്റൻ്റെ വിധി അതായിരുന്നില്ല. ക്യാപ്റ്റൻ അമേരിക്ക, അതായത് നമ്മളുടെ സ്വന്തം ക്യാപ്റ്റൻ എണീറ്റു, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എല്ലാവരെയും ഹെൽപ്പ് ചെയ്തു. ബട്ട് സാഡ്ലി രണ്ടാൾക്കാർ മാത്രം ചത്തു. അയൺമാൻ ചത്തതോടെ പുതിയ ഹീറോ ലാൻഡ് മാറി. ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് പോലെയായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വശത്ത് നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്ഥലം, അവരുടെ കൂടെ ബാറ്റ്മാൻ ജോയിൻ ചെയ്യുന്നു. ആൻഡ്മാൻ ആൻഡ് സ്പൈഡർമാൻ, ഇവർ 4 പേരും ചേർന്നൊരു ടീമായി. ഇവരാണെങ്കിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. മറുവശത്ത്
തോറിൻ്റെ ടീമായിരുന്നു. ഫ്ലാഷ്, ഹൾക്ക്, സൂപ്പർമാൻ ആൻഡ് തോർ. അപ്പോൾ അപ്പോൾ 2017 3-4-6 വർഷം USA. ഫ്ലാഷ് ഓടുകയായിരുന്നു. കാരണം അവനെ പിടിക്കാൻ വേണ്ടി ആൻഡ്മാൻ ചാടുന്നു വരുന്നു. ഹൃദയം കൊട്ടി വഴത്തി തരമോ ബനാനെ തരമോ. ആ സമയത്ത് ഫ്ലാഷ് ഓടുകയാണ്. അവൻ പിടിച്ച് കെട്ടിയിട്ട് ഒരാൾ ഫ്ലാഷിനെ നിലത്ത് കിടത്തിയിരിക്കുന്നു. എന്നിട്ട് ഗുരുതരമായി മർദ്ദിച്ചിട്ട് ഫ്ലാഷിനെ അവിടെ ഇട്ടു. ആൻഡ്മാൻ ഇതറിഞ്ഞതിന് ശേഷം തോറ് ഭയങ്കരമായി വിഷമിച്ചു. കാരണം അവൻ്റെ സുഹൃത്തായ ഫ്ലാഷിനെ ആരോ ഇടിച്ചിട്ട് പോയി. അതുകൊണ്ട് അതിൻ്റെ റിവെഞ്ച് തീർക്കാൻ വേണ്ടി അവൻ ഹൾക്കിനെയും കൂട്ടി ക്യാപ്റ്റൻ അമേരിക്കയുടെ ബേസിലെത്തി. എന്നിട്ട് അപ്പോൾ അവിടെ ആരും ഉണ്ടായില്ല, ആൻഡ്മാൻ ഒഴിച്ച്. ഫ്ലാഷും തോറും അവിടെ എത്തി. എന്നിട്ട് ആൻഡ്മാനെ ഇതാണ് നിങ്ങളുടെ ആൻഡ്മാനെങ്കിൽ എന്ന് പറഞ്ഞ ആൻഡ്മാനെ ഇരിക്കണമെന്നാണ് സൂപ്പർമാൻ ഓടി വന്നത്. മാറി നിൽക്ക് ആൻഡ്മാൻ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഓക്കെ അല്ലേ നീ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ എന്നോട് വാ. ബട്ട് ആ നേരത്ത് തോറ് ജലസായി. അപ്പോൾ എന്നെപ്പറ്റി നിങ്ങൾക്ക് നാളെ അറിയാം. ബാക്ക് ടു episode 2. Bye.